ആരാ മമ്മിയ? അത് ഞാനാ. ആ എഴുന്നേറ്റു. ഞാൻ മാത്രം എഴുന്നേറ്റു. നല്ല മഴയുണ്ട് നാട്ടിലെ. ഇല്ല, ഇന്ന് ക്ലാസ്സിലല്ലോ. അപ്പോൾ ഇനി ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ. ഞങ്ങൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് വഴിക്കാണ് ചായ കുടിക്കും. ഞാനും പോൾസന്നെ മാത്രമേ കുടിക്കുള്ളൂ, പിള്ളേർ കുടിക്കില്ല. അപ്പോൾ ചായ ഉണ്ടാക്കട്ടെ. ഇന്ന് രാവിലെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഐസൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഐസ് മാത്രമേ. അപ്പം രാവിലെ നമുക്ക് ചായ കുടിച്ചിട്ട് ഒന്ന് ഉഷാറാണ്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. നല്ല കടുപ്പുള്ള ചായ കേട്ടോ. അപ്പം ഈ ചായ ചൂടാറുന്നതിന് മുമ്പ് ചൂടോട് കൂടിയിട്ട് ചായ കുടിക്കട്ടെ. സാധാരണ ഞാൻ രാവിലെ ചായ കുടിക്കുന്ന സമയത്താണ് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ നോക്കാറുള്ളത്. അപ്പോഴും നോക്കും, കൂടുതൽ ആ സമയത്ത് ഇരുന്നിട്ടാണ് നോക്കാം. പിന്നെ സമയം കിട്ടുമ്പോഴും നോക്കും. ഞാൻ സാധാരണ ചായയിൽ പഞ്ചസാര ഇടാണ്ടാണ് കഴിക്കുക. പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഒരു കഷ്ണം ശർക്കര, ഇത് ശർക്കര ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു കഷ്ണം ശർക്കര അതങ്ങനെ കയ്യിൽ പിടിക്കും. എന്നിട്ട് ശർക്കര ഒരു കുഞ്ഞൊരു കടി അടിക്കും. എന്നിട്ട് ചായ കുടിക്കും. അങ്ങനെ ഒരു കടി കടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 സിപ്പിനുള്ള മധുരം നമ്മുടെ ചായയിൽ നമ്മുടെ നാവുമ്പം തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 2-3 സിപ്പിന് വേണ്ടിയിട്ട് ഒരു കടി കടിച്ചാൽ മതി. നിങ്ങൾ അതേപോലെ കഴിച്ച് നോക്കട്ടെ, ശരിക്കും നല്ല ടേസ്റ്റാണ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കഴിക്കാം. ഒരു സമയത്ത് ഞാൻ ചായയിലും മധുരം ഇട്ട് കഴിക്കുന്ന പരിപാടിയില്ല. ഇനിയിപ്പം വേറെ ആരെങ്കിലും വീട്ടിലൊക്കെ ചെന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ പഞ്ചസാര കയ്യിൽ എടുക്കും. എന്നിട്ട് ഒന്ന് ലിക്ക് ചെയ്തിട്ട് ചായ കുടിക്കും. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കോഴീനെ അയച്ചിടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവരെന്നെ അയച്ചിട്ടാലും അവരെന്നെ അധികം പുറത്തേക്ക് ഇറങ്ങില്ല. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്ന് നാളെയും നല്ല മഴയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ നോക്കട്ടെ. എനിക്ക് രാവിലെ ഒരു എനർജി കിട്ടുന്നത് നിങ്ങളുടെ മെസ്സേജുകൾ വായിക്കുമ്പോഴാണ്. ആദ്യത്തെ മെസ്സേജ്, ഹായ് മിയ ആൻഡ് ഫാമിലി, ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയിരുന്നു, സൂപ്പറായിരുന്നു. ബട്ട് മൈദ 3.25 സ്പൂണ് എടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റായത്. ഞാൻ കഴിഞ്ഞ ദിവസം ഐസ്ക്രീമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ ഞാൻ അതിനകത്ത് 2.25 ടേബിൾ സ്പൂണാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഒരു ചിലപ്പോഴത്തേന് സ്പൂണ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. കാരണം 2.25 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അറിയില്ല എന്താണ്. പിന്നെ ചേച്ചി, ഹണിക്ക് പകരം ശർക്കര മെൽറ്റ് ചെയ്ത് പറ്റുമോ? ഇതിനു മുമ്പ് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഹണി ചേർത്തിട്ട്. ഹണിക്ക് പകരം ശർക്കര ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ?
ഹായ് മിയ, ഐ വുഡ് ലവ് ടു നോ വാട്ട് വെസൽ ഡിഡ് യു യൂസ് ടു ഫ്രൈ ദിസ് സ്നാക്ക്. ഈസ് ഇറ്റ് അയൺ? ഏത് നമ്മുടെ ചെറുപയറും പിന്നെ ഏത്തപ്പഴം കൂടിയിട്ട് ഒരു സ്നാക്ക് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിന് ഏതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? സ്റ്റീലുണ്ട്, എൻ്റെ കയ്യിൽ അയ്യനുണ്ട്. വീഡിയോ നോക്കി കഴിഞ്ഞിട്ടാണ് മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടിപൊളി പടം, അടിപൊളി. എനിക്കാണ് ഐസ്ക്രീമിൻ്റെ പടം കണ്ടിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ മിയ, സൂപ്പർ, ഐ വിൽ ട്രൈ. ചേച്ചി സൂപ്പർ. അരിപ്പൊടി വറക്കണം. ഏത് നമ്മുടെ ഒരു പഴയ കോഴിക്കോട്ടയുടെ ഞാനെപ്പോഴും കോഴിക്കോട്ടെ എന്ന് പറയാം. കോഴിക്കോട്ടയുടെ റെസിപ്പിയിൽ ചോദിച്ചേക്കുന്നതാണ് അരിപ്പൊടി വറക്കണമെന്ന്. അത് വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ വറുക്കാത്ത അരിപ്പൊടി എന്തായാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ചൂടുള്ള ഒഴിക്കണം. അപ്പോഴായിരിക്കും നല്ല പശുമ കിട്ടുക. അപ്പോഴാണ് നമുക്കത് ഇങ്ങനെ കനം കുറച്ചിട്ട് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ശർക്കര തേങ്ങയും കൂടി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ട് പൊട്ടാണ്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ കുറേ മെസ്സേജുകളുണ്ട്. ഞാനിപ്പം ഈ കിച്ചണിൽ ഒരു 1500 കൂടുതൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി വീഡിയോയ്ക്ക് തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ മെസ്സേജ് അയക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഒരു 700-800 മെസ്സേജ് ഒരു ദിവസം എനിക്ക് വരും. പക്ഷെ എനിക്ക് പറ്റാവുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല കേട്ടോ. അയ്യോ, ചായ ചൂടാറി. ഇവിടെ ഒരു കുഴപ്പമുണ്ട്, നല്ല തണുപ്പുണ്ടോ, ചായ പെട്ടെന്ന് ചൂടാകും. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ചായ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് എടുക്കില്ലേ, അങ്ങനെ അടിച്ചെടുക്കാനും പറ്റില്ല. അങ്ങനെ 2 പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴേക്കും ചായ ചൂടാറിയിട്ടുണ്ടാവും. ഇവിടെ സാധാരണ അങ്ങനെ അടിച്ച് പതിപ്പിക്കുന്ന പരിപാടിയില്ല. സമ്മറാകുമ്പോൾ ചെയ്യാം, പക്ഷെ ഇപ്പം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാറും. ഇതിപ്പോൾ ഓൾറെഡി ചൂടാറി തുടങ്ങി. ചായ കുടിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കണമല്ലോ. അപ്പോഴല്ല ചായ കുടിക്കുന്ന സുഖം കിട്ടുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കണം. അപ്പം നേരത്തെ പറഞ്ഞല്ലേ കോഴീനെ അയച്ചിടാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്ക് ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇഡ്ലി മാവ് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇഡ്ലിയും ദോശയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. വീക്കെൻഡിലൊക്കെയാണ് സാധാരണ ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ റിപ്ലൈ ഇന്ന് ഇരുന്നില്ല കേട്ടോ. ഇന്ന് വീഡിയോ റെക്കോർഡിങ് ആയതുകൊണ്ട് ഇരുന്നില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കും, എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരട്ടെ. ഇതവിടെ നീന രാവിലെ വേഫിൾസ് ഉണ്ടാക്കാം കേട്ടോ. അതെ, 5-6 ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആള്. ലാസ്റ്റ് വന്നോടെ ഉള്ളൂ എന്നാണ് അല്ലേ? 2 മാവ്. ഇത് ഇതിനു മുമ്പ് ഉണ്ടാക്കണത് കാണിച്ചിട്ടുണ്ടല്ലേ നമ്മൾ വീഡിയോയിൽ? പക്ഷെ ഇപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല കറക്റ്റ് നല്ല ഭംഗിയിൽ വരുന്നുണ്ടല്ലേ? അന്ന് ഉണ്ടാക്കിയപ്പോൾ എത്രയ്ക്കാണ്ട് മൊരിച്ചിലുണ്ടായിരുന്നില്ല. വന്ന് എന്ന് ഓ എവിടെ ബട്ടർ വെച്ചേക്കണം? ഓ ഇതിൻ്റെ ഈ മുകളിലെ ഈ ഗ്ലോസ് ചെയ്യണ ഇതിനുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ വെച്ചിട്ടുണ്ടെന്ന് കുറച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് നല്ല മുരിഞ്ഞ് വരണേന്ന്. അന്ന് നമ്മുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കാണ്ട് മൊരിച്ചിലുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയാൽ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെ ഇരിക്കണ്ടല്ലേ? ഐഡിയ ഉള്ളല്ലോ. ഞാൻ ഇതിനകത്ത് ഒരു സിറപ്പ് ഒഴിച്ചിട്ടിട്ട് അവർ കഴിക്കുന്നത്. ഹണി അല്ലെങ്കിൽ സിറപ്പ് അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പൊക്കെ ഒഴിക്കാം ഇവർക്ക്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സിറപ്പ് വരുന്നുണ്ട്, ആ സിറപ്പാണ് കൂടുതൽ ഇഷ്ടം. ഓ അത് പക്ഷെ അത്ര നേരം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് കഴിച്ചു കഴിയില്ലോ അല്ലേ? പക്ഷേ അപ്പോൾ നീനത് രാവിലെ നീനയ്ക്കും അലീനയ്ക്കും നീയയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അവരോട് ഇതുണ്ടാക്കിയിട്ടുണ്ട്, വേഫേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മളൊരു കുഞ്ഞൊരു മെഷീൻ ഒരിക്കൽ വാങ്ങിച്ചിട്ട് ഇതുണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ അന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് ഇത്. അത് അധികമൊന്നും ഇല്ല കേട്ടോ. എത്ര നീക്കും അലീനയ്ക്കും വേണോ? ഞാൻ കഴിച്ചു കഴിഞ്ഞു. നീ കഴിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞത് ഇതിനകത്തിരിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചോട്ടെ. ഇത് ഇന്നിവിടെ സാറ്റർഡേ ആണ്. അപ്പോൾ ഇവരെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നീനിയാണ് ഇത് എപ്പോഴും ഉണ്ടാക്കാറല്ലേ? നീനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറയുമ്പോൾ അവരെല്ലാവരും പറയാം അവർക്കും വേണം അല്ലേ? പക്ഷെ ഞങ്ങളുടെ അലീന എഴുന്നേറ്റിട്ടില്ല. അലീന നേരം വൈകി എഴുന്നേക്കുള്ളൂ. അലീന പക്ഷെ കുറേ ലേറ്റായിട്ട് ആൾ കിടക്കുള്ളൂ. കഴിച്ചോട്ടെ. ഭയങ്കരമായിട്ട് കഴിച്ചാൽ ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം. അത് ബ്രാൻഡ് എസൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കേക്കിന്റെ മണം വരുന്നുണ്ടായിരുന്നു.
ഇതിൻ്റെ മിക്സിങ്ങും ഇവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നീന ഉണ്ടാക്കിയ മിക്സിങ് ആയിരുന്നു. പക്ഷെ ഇത് കടയിൽ നിന്ന് ഇതിൻ്റെ മിക്സിങ് വാങ്ങിച്ചതാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ. ഇപ്പം നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി കേട്ടോ. നമ്മുടെ ഇഡ്ഡലിക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. How long are you down? How long are you down? An hour? Oh wow. Me and Lynn have been in a cahoots about this for a while. Purr. Oh, purr. Oh, purr. You're just adding like the Sometimes purr. I do say purr. That is God, that is purr is like a combination of occur, purr, and oh. well, hers is okay. Well, purr at least has a different meaning. Upside down. രാവിലത്തെ കുളി കഴിഞ്ഞു, പിന്നെ കോഴീനെ കഴിച്ചിട്ടു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും പിന്നെ ചമ്മന്തി ചട്നിയും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് കുഴച്ചിട്ട് വയറ് നിറച്ച് കഴിച്ചു. ഇനി അടുത്തത് എനിക്ക് ലഞ്ച് റെഡിയാക്കണം. ലഞ്ചിന് സാധാരണ ഞങ്ങൾ മിക്കപ്പോഴും നമ്മുടെ നാടൻ രീതിയിലുള്ള ചോറ് കറികളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇന്ന് ഞാൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. പാസ്തയും പിന്നെ സാൽമണും കൂടിയിട്ട് രണ്ടും കൂടിയിട്ടുള്ള പാസ്ത. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീടൊന്ന് ക്ലീൻ ചെയ്യണം, ലോണ്ടറി ഇടണം. ഹസ്ബൻഡോടെ കുറച്ച് നേരം കളിക്കണം, ഹസ്ബൻഡോടെ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഷോപ്പിങ്ങിന് പോകണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടിയിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പം ഇനി ഞാൻ പാസ്ത റെഡിയാക്കട്ടെ. എൻ്റെ അടുത്ത് നല്ല ഭംഗിയുള്ള റോസ് ഉണ്ട്. ഇത് വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അതിന് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. അപ്പം ഇനി അടുത്തത് പാസ്ത വേവിക്കട്ടെ. അപ്പോൾ നമ്മുടെ പാസ്ത വേവുമ്പോഴേക്കും നമ്മുടെ സാൽമൺ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതേപോലെ ഈ മീൻ മാത്രം ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഈ മീൻ ഫസ്റ്റ് വേവിച്ചിട്ടെടുക്കും. ഇപ്പം ഞാനിതിലേക്ക് വേറെ ഒന്നും സ്പൈസസ് ഒന്നും ചേർക്കണില്ല, ഉപ്പും ചേർക്കണില്ല, ഒന്നും ചേർക്കണില്ല. ചെറിയ തീയിലിട്ടിട്ട് റെഡിയാക്കിയിട്ടിടും. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മീനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ വരും.
ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത് വെജിറ്റബിൾ പാസ്ത കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ പല കളറുകളായിട്ട് കാണുന്നത്. അപ്പോൾ മീൻ ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊരിഞ്ഞ് ഈ സ്കിന്ന് അതിൽ നിന്ന് വിട്ട് പോകുന്ന തുടങ്ങുമ്പോൾ ഞാൻ ഈ സ്കിന്ന് അങ്ങോട്ട് മാറ്റിക്കളയും. അപ്പോൾ ഈ സ്കിന്നിൻ്റെ അടിയിലുള്ള ഓയിലൊന്നും നമുക്ക് പോവാണ്ട് കിട്ടും. നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് നെയ്യ് വന്നേക്കുന്നുണ്ട്, നന്നായിട്ട് നെയ്യ് വരും ഈ മീൻ. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനെ മാത്രം കൊണ്ട് മാറ്റും. ഈ നെയ്യ് ഈ ചീനച്ചട്ടിയിൽ ഈ പാനിൽ തന്നെ ഇടും. എന്നിട്ട് ഈ നെയ്യിലേക്ക് ഞാൻ തക്കാളി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് തക്കാളി ഈ നെയ്യിലിട്ടിട്ട് നമ്മൾ മൂപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് നമുക്ക് ഇതിലേക്ക് ഒട്ടും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്തിട്ടുണ്ട്. അത് കൂടി ചേർക്കണം, അപ്പോഴാണ് ശരിക്കും ആ പാസ്തയുടെ ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ചേർക്കാം. ഇറ്റാലിയൻ ഹെർബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഴ്സലി, പിന്നെ ഒറിഗനോ, പിന്നെ വേറെ ഏതാ പാഴ്സലി, ഒറിഗനോ, പിന്നെ ബേസിൽ, അതൊക്കെ ചേർത്താൽ മതി. ഇനി അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും നോക്കാം. ഇതാ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആകെ ഒരു മൂടലാട്ടോ, ഒരു മൂടൽ മഞ്ഞുണ്ട്. ഇതാ കണ്ട, ഭയങ്കര ഫോഗ് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ആകെ ഇങ്ങനെ മൂടി കെട്ടിയിട്ടിട്ട് നിൽക്കുക. അങ്ങനെ ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവണില്ല. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഫോഗ് വന്നിട്ടുണ്ട്. മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഐസൊക്കെ മെൽറ്റായിക്കൊണ്ടിരിക്കുന്നു. കണ്ട, ആദ്യം ഇവിടെ ഭയങ്കര കനത്തിലുണ്ടായിരുന്നില്ലേ, പക്ഷേ അവിടെ ഇതാ ആ പുല്ലിൽ കിടക്കുന്നതൊന്നും അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് അങ്ങനെ ഭയങ്കര തണുപ്പെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള തണുപ്പില്ല കേട്ടോ. തണുപ്പുണ്ട്. നമ്മൾ ഊട്ടിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നല്ല തണുപ്പെന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, ആ തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. വലിയ കുഴപ്പമില്ലാത്തൊരു വെതറാണ്. പക്ഷേ ഈ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ അത്രയ്ക്കാണ്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഈ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഈ കോടമഞ്ഞ് വരണമെന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ഇവിടുത്തെ വെതർ കേട്ടോ. കോടമഞ്ഞ് വന്നേക്കണ വെതറാണ് ഇവിടെ. അങ്ങോട്ട് അറ്റത്തേക്ക് നോക്കുമ്പോൾ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കാണുന്നില്ല. രാവിലെ നേരമല്ല കേട്ടോ, സമയം ഉച്ചയ്ക്ക് 12 മണിയാണ്. ഇതാ ഇവിടെ കണ്ട, ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഐസ് പോയി. ചില സ്ഥലത്ത് കുറച്ച് ഐസ് ഇതായാലും കൂടി കിടക്കും. ഇത് ഇനിയിപ്പോൾ നാളെയും മഴ പറഞ്ഞിട്ടുണ്ട്. നാളത്തെയും കൊണ്ട് ഇത് സ്നോ ഒക്കെ എല്ലാവരും പോവില്ലായിരിക്കും, എന്നാലും അത്യാവശ്യം കുറേയൊക്കെ പോവുമായിരിക്കും കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് വീട് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ എല്ലാ ദിവസവും വീട് ക്ലീൻ ചെയ്യും കേട്ടോ. ഒന്നല്ലെങ്കിൽ രാവിലെ ചെയ്യും, അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യും. അപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ചൂല് വെച്ചിട്ടല്ലേ നമ്മൾ വീടൊക്കെ അടിച്ച് കയറുന്നത്. പക്ഷേ ഇവിടെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചൂല് വെച്ചിട്ടും ചെയ്യും. പക്ഷേ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ബോക്സ് കാണിക്കാം. സിഫർ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ക്ലോത്ത് ആട്ടത്. ഇത് ഒരു പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിനെ സിഫർ എന്ന് പറയും. ഇതൊരു ബോക്സിൽ നമുക്ക് ഒരു 43 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സ്റ്റിക്കുമ്മയാണ് ഇത് വെക്കുന്നത്. ഇതിൻ്റെ നോക്കി ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് മുടിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തഴുക്ക എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോത്തുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചില ദിവസങ്ങൾ 2 എടുക്കും, അല്ലെങ്കിൽ 1 കൊണ്ട് മതിയാവും. കാരണം നമ്മൾ എല്ലാ ദിവസവും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 അല്ലെങ്കിൽ ചിലപ്പോൾ 2 അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ നമുക്കിത് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നാട്ടിലേക്ക് ആകുമ്പോൾ അത് കണ്ടമാനം പൊടി വരുമല്ലോ. നമ്മളെപ്പോഴും വീട്ടിലെ പ്രത്യേകിച്ച് അടുക്കള സൈഡിലുള്ള ഡോറ് നമ്മൾ എപ്പോഴും തുറന്നിടില്ല. അപ്പോൾ പുറത്തുനിന്ന് എപ്പോഴും നമ്മളിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൊടി ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ ജോലി തന്നെയാണ് നല്ലത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും ആൾക്കാരിങ്ങനെ പുറത്തേക്ക് പോവുക, അകത്തേക്ക് വരിക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പിന്നെ നാട്ടിലും ഇവിടെയും തമ്മിലുള്ള ഭയങ്കര വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും അടുക്കള വശത്തെ ഡോറെങ്കിലും നമ്മൾ മിക്കപ്പോഴും എപ്പോഴും തുറന്നിട്ടേക്കുമല്ലോ. എൻ്റെ വീട്ടിലേക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒരു സമയത്തും ഒറ്റ ഡോറുകളും തുറന്നിടില്ല. പുറത്തേക്ക് ഇറങ്ങണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമ്മറൊക്കെ ആയിരുന്നാലും പുറത്തേക്ക് ഇറങ്ങണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ അടയ്ക്കും. എല്ലാവരും അങ്ങനെയാണ്. ആരും അങ്ങനെ ഡോർ അങ്ങനെ തുറന്ന് വെക്കുന്ന പരിപാടിയില്ല. അത് എനിക്ക് ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നാലും ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് വരുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നാട്ടിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണോ എല്ലാവരും ഉച്ചക്കലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോണ സമയത്തായിരിക്കും വിരുന്നുകാരുടെ വരവ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. നമ്മളോട് ചോദിച്ച് വീട്ടിലുണ്ടോ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമേ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ. അത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നതേട്ടാ. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തായിരുന്നാലും ഇവിടെ മണ്ണുള്ള സ്ഥലം അങ്ങനെ ഇല്ല. ഇവിടെ നമുക്കിങ്ങനെ മണ്ണുള്ള സ്ഥലം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇവിടെ എല്ലാവരും പുല്ല് പിടിപ്പിക്കും. പിന്നെ ഡ്രൈവേ എല്ലാവരും ടാറാണ് ഇവിടെ കൂടുതൽ ഇടുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഡ്രൈവേയിൽ ഈ കല്ല് വിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ കല്ലും വിരിക്കും, ടാറിടും. പക്ഷേ ടാറാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ടാറ് വിരിച്ച് കഴിഞ്ഞിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ കൊടുക്കും. അങ്ങനെയാണ് കൂടുതൽ ചെയ്യാറ് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോയാലും അങ്ങനെ പൊടി നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് അങ്ങനെ അധികം വരില്ല. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓയില വെള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചിരിക്കുന്ന അഴുക്ക് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ പിടിച്ചിരിക്കും. പിന്നെ നമുക്കിത് സ്മൂത്തായിട്ട് നീക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല സ്മൂത്തായിട്ട് സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ പിന്നെ ഫുഡൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഒരുപാട് അങ്ങനെ പൊടിയൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷെ നാട്ടിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ക്ലീനിങ് നടക്കുന്നത്. ഇത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് തുടച്ചെടുത്ത പോലെ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നോക്കിക്കേ, വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതുണ്ട്. ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ സൈഡിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അഴുക്ക് എന്ന് പറഞ്ഞാൽ ചെളിയൊന്നും അങ്ങനെ അധികം അങ്ങനെ ഉണ്ടാവില്ല.
മുടിയ അങ്ങനെ പിന്നെ ആസ്പിൻ്റെ രോമം ഇതുമ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുമേ എന്ത് സാധനം പിടിച്ചാലും പിന്നെ അത് ഇതുമ പിടിച്ചിരിക്കും, പിന്നെ അത് താഴത്തേക്ക് വരില്ല. ഇത് എല്ലാ സൈഡും ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറച്ചിങ്ങനെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് എടുത്ത് മാറ്റിയിട്ട് വേറെ പുതിയത് വയ്ക്കും. ശരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കട്ടെ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഓരോ സൈഡൊക്കെ ഇങ്ങനെ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അവിടേക്ക് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയാണ് ശരിക്കും ക്ലീൻ ചെയ്യുക. ഇന്നിപ്പോൾ ഡേ ഇൻ ലൈഫ് ചെയ്യുന്ന തിരക്കായതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ക്ലീനിങ് ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്യുന്ന സാധനം. ഇപ്പോൾ നമ്മുടെ ആസ്പിനോട് ഇല്ല കേട്ടോ, ആസ്പിൻ ഉറക്കാണ്. അല്ലെങ്കിൽ ആസ്പിനെ ഇത് ഓടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓടിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ അങ്ങനെ പിന്നാലെ ഇങ്ങനെ ഇപ്പോഴും നടക്കൽ പരിപാടിയുണ്ട്. ഇന്നിപ്പോൾ ആളോടെ ഇല്ല, ആൾ ഉറക്കത്തിലാണ്. സാധാരണ ഞാൻ രാവിലെയാണല്ലോ ക്ലീൻ ചെയ്യാറ്, അല്ലെങ്കിൽ വൈകിട്ട്. ആ സമയത്ത് ആൾ എഴുന്നേറ്റിരിക്കും. ഇപ്പോൾ ആൾ ഉറങ്ങാം, ഈ സമയത്ത് ഉറങ്ങണ സമയം. അപ്പോൾ ഇതാണ്. ഇനി ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ നല്ല ചൂടോട് കൂടിയിട്ട് 4 മണി ചായ കുടിക്കട്ടെ. അപ്പോൾ ഞാൻ പുറത്തായിട്ട് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഭയങ്കര തണുപ്പില്ല. ഞാൻ സ്വെറ്റർ ഇടാണ്ട് വന്നിരിക്കുന്നുണ്ടല്ലേ, പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷേ അവിടെ ബോഡി നന്നായിട്ട് ചൂടായിട്ടിരിക്കുക. കാരണം അടുക്കളയിലൊക്കെ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു, പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അനങ്ങാണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാക്കറ്റ് അല്ലെങ്കിൽ സ്വെറ്ററൊന്നും ഇടാണ്ട് നമുക്ക് അതിന് പുറത്തേക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. ചെറുതായിട്ടൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. ചായ കുടിക്കട്ടെ, വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ചായ ചൂടാറും. ഇവിടെ പുറത്തായതുകൊണ്ട് ചായ പെട്ടെന്ന് ചൂടാറും. ഞങ്ങൾ ശർക്കര എടുത്തിട്ടുണ്ട്. എൻ്റെ കോഴി ഇന്നത് അവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്. കുറേ ദിവസമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ആ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചില ദിവസങ്ങൾ പുറത്തേക്ക് തുറന്നിടും, അതിൻ്റെ ഉള്ളിൽ, ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇവിടെ സ്നോ ആയതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു 2 ആഴ്ച എത്തിയിട്ടുണ്ട് അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഭയങ്കര തണുപ്പ് വരില്ല കേട്ടോ. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങും. വർത്താനം പറഞ്ഞിരുന്ന ചായ പെട്ടെന്ന് ചൂടാറും. എനിക്ക് ശരിക്കും അങ്ങനെ വൈകിട്ടത്തുള്ള 4 മണി ചായ ഉണ്ടല്ലോ, 4 മണി ചായ എനിക്ക് അത്രയ്ക്ക് നിർബന്ധമില്ല. ഇന്നിപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് പോളിസെൻ്റായിരുന്നാലും വീട്ടിലിരുന്നിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ആരും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരത്തെ ചായ അങ്ങനെ ഉണ്ടാക്കില്ല. പക്ഷെ രാവിലത്തെ ചായ എനിക്ക് ഭയങ്കര നിർബന്ധം. ചില സമയത്ത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ചൂടാക്കി തുടങ്ങി. ഞാൻ ചൂട് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം കഴിഞ്ഞ സമ്മറിലേക്ക് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ടായിരുന്നു. എനിക്കങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഹൈക്കിങ്ങിന് പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ വിൻ്ററൊക്കെ ആകുമ്പോൾ എപ്പോഴും അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുക, നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് പിന്നത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ഭയങ്കര ചൂട് വരില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചൂടാവും. ഇപ്പോഴായിരുന്നാലും പുറത്തേക്ക് സ്നോ ഒക്കെ ഉണ്ടാവും, ഐസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് അധികം അവിടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ചായ ചൂടാറി. ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ചായയുടെ ചൂടാറി. ചൂടാറിന ചായ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ചൂടാറിയ ചായക്ക് ഭയങ്കര കയ്പരസായിരിക്കും. ഞാൻ പക്ഷെ അധികം കടുപ്പിടാറില്ല. പക്ഷെ ചായ കുടിക്കുമ്പോൾ നല്ല ചൂടോട് കുടിക്കും. നല്ല തണുത്ത കാറ്റ് വേണ്ടിയിട്ട്. ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ എല്ലാവരും കഴുകൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കടയിലൊന്ന് പോകണം. ഇന്ത്യൻ കടയിലല്ല കേട്ടോ പോകുന്നത്. ഇവിടെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഒരു അമേരിക്കൻ ഷോപ്പിലാണ് പോകുന്നത്. ഇന്ത്യൻ ഷോപ്പിലും ആഴ്ചയിൽ ഒരു ദിവസം പോകട്ടെ. നമ്മുടെ പച്ചക്കറികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ ഷോപ്പിൽ തന്നെ പോകണം. ഇവിടെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികളൊന്നും അങ്ങനെ കിട്ടത്തില്ല. ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടെ അമേരിക്കൻ ഷോപ്പിലായതാണ് നമ്മുടെ കപ്പ, പിന്നെ ഏത്തക്കായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ നാടൻ പച്ചക്കറികളൊക്കെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഷോപ്പിൽ പോകണം. ഇവിടെ ഒരു ഇതെല്ലാം നമ്മുടെ പച്ചക്കറികളും കിട്ടും കേട്ടോ. ഇവിടെ കിട്ടാത്ത ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക ഫ്രോസൺ കിട്ടും. ചായ ഇനി കുറച്ചുള്ളൂ, ഇനി കഴിക്കുന്നില്ല ചൂടാറി. കൂർക്ക ഫ്രഷ് കൂർക്ക കിട്ടില്ല, ഫ്രോസൺ കൂർക്കയും കിട്ടുന്നുണ്ട്.
ബാക്കി ഒരു എല്ലാ സാധനങ്ങളും ഞാനിവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ശർക്കര മാത്രം കഴിക്കാം, ചായയും കഴിക്കില്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എവിടെ നിക്കണേ നീയേ? എവിടെയാ? കാണുന്നില്ലല്ലോ മോനെ. ആ അതേ പറഞ്ഞു ഇവളാണ് വർത്താനം പറഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇവിടെ. കണ്ടോ ആ പ്രായമായ കോഴിയുണ്ടല്ലോ, അവള് നമ്മൾ വർത്താനം പറയണേണ്ട ഒപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. ഇന്നിപ്പോൾ പുറത്തിറങ്ങി എൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്. മറ്റേ കോഴിയുണ്ട് കേട്ടോ, പക്ഷെ ഇവള് നമ്മുടെ അടുത്ത് അത്രയ്ക്കാണ്ട് ഇണങ്ങില്ല. അപ്പം നമ്മള് ഷോപ്പിങ്ങിന് പോവാട്ടാ. ഇപ്പോൾ ഇവിടെ ആ റോഡിലെ സ്നോ ഒക്കെ പോയിട്ട് റോഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സൈഡിലേക്ക് നന്നായിട്ട് ഐസ് വീണ് കിടക്കണ്ടായിരുന്നില്ലേ? ഇപ്പോൾ കുറേയൊക്കെ ഐസ് പോയിട്ടുണ്ട്. നമ്മുടെ കൈൻ്റെ നമ്മുടെ കപ്പയിരിക്കുന്നുണ്ട്. ഇവിടെ വെളുത്തുള്ളിക്ക് ഭയങ്കര വില കേട്ടോ. ഇതാ ഇതേപോലെ ഒരെണ്ണത്തിന് 249 ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു $200 അടുത്തെത്തും, അല്ല 200 രൂപയുടെ അടുത്ത്. എൻ്റെ ചോക്ലേറ്റ് നീനയ്ക്ക് ചോക്ലേറ്റ് വാങ്ങാന്ന് പറഞ്ഞിട്ട് വന്നേക്കാം കേട്ടോ. ചോക്ലേറ്റ് എവിടെ നീന? ആ ചോക്ലേറ്റിൻ്റെ സ്ഥലമൊക്കെ നീനയ്ക്ക് അറിയാം. ഏതാ ചോക്ലേറ്റ്? ചോക്ലേറ്റ് ഈ സെക്ഷനിൽ ഇത് ചോക്ലേറ്റിൻ്റെ പിന്നെ ചിപ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനാട്ടോ. അപ്പം നീനയ്ക്ക് ചോക്ലേറ്റ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയേക്കുന്നത്. കിട്ടിയാ? പിന്നെ ഈ സൈഡിൽ മുഴുവനും സീരിയലുകളാട്ടോ, സീരിയൽ. ഇവിടെയാണ് നമ്മുടെ ചാള ഇരിക്കുന്ന സ്ഥലം. ഇതായിരിക്കുന്ന ചാള.
ഫുള്ളായിട്ട് ജ്യൂസിൻ്റെ കേട്ടോ, പല വെറൈറ്റി ജ്യൂസുകൾ. ഇപ്പുറത്തെ സൈഡിൽ ഈ ക്യാനിൽ വരുന്ന ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ സൈഡിൽ ജ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കാണുന്നിടത്ത് അതൊക്കെ മീറ്റിൻ്റെ സെക്ഷൻ ആട്ടോ. അതൊക്കെ കുറേ ഉണ്ട്, കാരണം കടയിൽ നല്ല തിരക്കാണ്. ഇവിടെയാണ് നമ്മുടെ ചാള ഇരിക്കുന്ന സ്ഥലം. ഇതായിരിക്കുന്ന ചാള. ഈ സെക്ഷനിൽ ഫുള്ള് സൂപ്പാട്ടോ. സൂപ്പാണ് ഈ സൈഡിൽ പാസ്ത സോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ പാസ്ത അതൊക്കെ ഈ സെക്ഷനാട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. കടയിലുള്ള നല്ല തിരക്കായിരുന്നു. പിന്നെ തിരക്കുള്ളപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ അങ്ങനെ നമുക്ക് അധികം പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് കഴിഞ്ഞ് വന്നിട്ടോ. നീനയ്ക്ക് ഒരു ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഏത്തപ്പഴം വാങ്ങിച്ചു, അല്ല ഏത്തക്കായ വാങ്ങിച്ചു, പിന്നെ ആവക്കാടോ വാങ്ങിച്ചു. പിന്നെ വേറെ എന്താ വാങ്ങിച്ചേ നീന? വെളുത്തുള്ളി. പിന്നെ വെളുത്തുള്ളി വാങ്ങിച്ചു. അതൊക്കെ പിന്നെ ഞങ്ങൾ വെളുത്തുള്ളി വാങ്ങിച്ചു. വെളുത്തുള്ളി ആയിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇവിടെ കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല തിരക്കുള്ള കടയാണ്. അപ്പൊ ഇതാട്ടോ നീന വാങ്ങിച്ച മിഠായി. എന്നാ നീന നമുക്ക് മതി. അങ്ങനെ നേരം രാത്രിയായി. ഇന്ന് കുറച്ച് തിരക്കുകളും കുറച്ച് സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനി ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ശരി കേട്ടോ, നമുക്ക് ഇനി പിന്നെ കാണാം. ആസ്മിൻ ഉറങ്ങണില്ലേ? നീ പോയി കിടന്ന് ഉറങ്ങ. ആസ്മിൻ കുട്ടാ ഉറങ്ങടാ. ചങ്കുട്ട നീ ഉറങ്ങണില്ലേ? ഞാൻ ഉറങ്ങാൻ പോവാ.